Hello, good morning. Good morning, ma'am. Good morning, ma'am. Okay. Ready ആണോ എല്ലാവരും? Ready ആണോ? Yes, ma'am. Hello? Yes. Sound കുറവാണോ? ഇല്ല മാം, ക്ലിയർ ഉണ്ടല്ലേ? രാവിലെ വരുമ്പോ തന്നെ ക്ലാസ്സുകളുടെ ചിലപ്പോഴൊക്കെ പെട്ടെന്നേ ടീച്ചേഴ്സ് ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ലീവ് പോവുക. അപ്പൊ ചില അറേഞ്ച്മെന്റ് നടത്തേണ്ടി വരും. അതുകൊണ്ടാണ് 2 മിനിറ്റ് വൈകിയത്. അറേഞ്ച് ചെയ്യാൻ ഇത്തിരി സമയമെടുത്തു. സോ നമ്മള് അടുത്ത മൊഡ്യൂള് കടന്നു അല്ലെ? PG-യുടെ അതായത് PG-യുടെ 6th മൊത്തത്തില് 5th 6th എന്നൊക്കെയാണ് നമ്മള് അതിന്റെ നമ്പർ കണ്ടിന്യൂവേഷൻ. അതുകൊണ്ടാണ് 6th മൊഡ്യൂൾ എന്നൊക്കെ നമ്പർ വന്നേക്കുന്നത്. അപ്പൊ 6th മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് അറിയാം ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താ പറയാ, മാൻമെയ്ഡ് ആയാലും നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആയാലും അതൊക്കെ നമ്മൾ ഇനി മുതൽ നമ്മളിതിനെ ഫേസ് ചെയ്യാനായിട്ട് കുറച്ച് എന്താ പറയാ അലേർട്ട് ആയിട്ടിരിക്കേണ്ട ഒരു സമയങ്ങളാണ്. പിന്നെ മാത്രമല്ല ഒത്തിരി ഡിസാസ്റ്റേഴ്സ് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ മറ്റു പല മീഡിയാസും ഉണ്ട് നമുക്കിന്നത് ലൈവായിട്ട് കാണാനും അല്ലെ. അതുകൊണ്ട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒത്തിരി ചലഞ്ചസ് അല്ലെ, ഒത്തിരി ചലഞ്ചസ് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് പോലെ തോന്നുന്ന ഡിസാസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് മുന്നിൽ തന്നെ കാണുന്ന രീതിയിൽ ഇന്ന് ഒത്തിരി മീഡിയാസും അത് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ്, അതിന്റെ അനന്തര ഫലങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്താ പറയാ മിറ്റിഗേറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ അതുകൊണ്ടുണ്ടാകാവുന്ന പല ആഫ്റ്റർ ഇഫക്റ്റുകളെയും പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ മിറ്റിഗേറ്റ് ചെയ്യാനും എന്ന് വെച്ചാൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ, അതല്ലെങ്കിൽ അതിന്റെ തീവ്രത ഇന്റൻസിറ്റിനെ ഡിക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ ചെയ്യണം. അല്ലാതെ അയ്യോ ഇതൊക്കെ പ്രകൃതിയിൽ ഉണ്ടാകുന്നത്, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതെ അല്ലെ, നമ്മളിങ്ങനെ എന്താ പറയാ ഒരു സ്റ്റാച്ചു കണക്കിയിരുന്നത് കൊണ്ട് കാര്യമാവില്ല. നമ്മൾ ആക്ട് ചെയ്യണം അഗെയിൻസ്റ്റ് ഓൾ ദീസ് ഡിസാസ്റ്റേഴ്സ്. ഇത്തരം ദുരന്തങ്ങൾക്ക് എതിരെ നമ്മളും കൂടി പ്രവർത്തിക്കണം. നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്നൊക്കെ മോചനം നേടി പോരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന് ഒരു പരിധി വരെ ഈ ഡിസാസ്റ്ററിൽ കുറെ എന്താ പറയാ അവരുടേതായ റോള് കാഴ്ചവെക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോസ്പിറ്റൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസിന് അതിന് വലിയൊരു ക്രൂഷ്യൽ റോൾ തന്നെയാണ് ഇത്തരം ഡിസാസ്റ്റേഴ്സ് നടക്കുന്ന സമയത്തുള്ളത്. കാരണം ഒത്തിരി ഇൻജേർഡ് ആയിട്ടുള്ള ലൈഫ് നഷ്ടപ്പെട്ടോ ഇല്ലേ എന്നറിയാതെ ഒത്തിരി ആളുകളെ ഇത്തരം സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നവരെ നമുക്ക് ഹോസ്പിറ്റൽസിലേക്കാണ് നമ്മൾ ആദ്യം കൊണ്ടുപോകുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹോസ്പിറ്റൽ ഹാവ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദിസ് ഡിസാസ്റ്റേഴ്സ്. ഇത്തരം ഡിസാസ്റ്ററുകൾ ഉണ്ടാകുമ്പോൾ ഒത്തിരി അവര് എന്താ പറയാ അവർക്ക് അവരുടേതായ റോള് എന്താ പറയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സിൽ ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കേണ്ടതിന്റെ നെസസിറ്റി. അത് മനസ്സിലായല്ലോ. കാരണം നമ്മൾ വിചാരിക്കും എന്തിനായി ഡിസാസ്റ്റർ ഒക്കെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് നമ്മളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വൈ ഷുഡ് വി ഹാവ് ടു സ്റ്റഡി ഓർ ലേൺ അബൌട്ട് ദിസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എന്തിനു നമ്മൾ പഠിക്കണം ഇതൊക്കെ എന്ന്. കാരണം ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ്. ദോസ് ഹു ആർ ഇൻജേർഡ് ഹാഫ് ലൈഫ്, അതായത് പകുതി ജീവൻ ബാക്കിയുള്ള
ഒത്തിരി മുറിവുകളും അല്ലെങ്കിൽ ഒത്തിരി എന്താ പറയാ ക്രിട്ടിക്കൽ സ്റ്റേജസിലുമുള്ള ഇത്തരം ഡിസാസ്റ്ററിന്റെ ഇരകളായിട്ടുള്ള ആളുകളെ നമ്മൾ ആദ്യം കൊണ്ടുപോകുന്നത് മറ്റെവിടേക്കുമല്ല, ഹോസ്പിറ്റൽസിലേക്ക് തന്നെയാണ്. അപ്പൊ നിയറസ്റ്റ് ഹോസ്പിറ്റൽസ് അലേർട്ടായിട്ട് ഇരിക്കണം. ഇത്തരം ഡിസാസ്റ്ററുകളെ എന്താ പറയാ ഓവർകം ചെയ്ത് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് ഫസ്റ്റ് എയ്ഡ് എന്ത് കൊടുക്കണം, ഏത് രീതിയിലുള്ള പേഷ്യൻസിനെയാണ് ആദ്യം നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. കാരണം ഇത്തരം ഡിസാസ്റ്റേഴ്സ് നടന്നു കഴിയുമ്പോൾ ഒരുപാട് ആളുകളെ ഇങ്ങനെ കൊണ്ടുവരും അല്ലെ, ഹോസ്പിറ്റൽസിലേക്ക് ഒരുപാട് ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരും. അപ്പൊ ആ ഇഞ്ചുവേർഡ് ആയിട്ട് കൊണ്ടുവരുന്ന ആളുകളിൽ നിന്ന് വി ഹാവ് ടു ചൂസ് whom to be given first aid first, അല്ലെങ്കിൽ whom to be treated first ട്രയൽ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അവർക്കത് എന്ത് ചെയ്യണം, അത് അസസ് ചെയ്ത് അവരുടെ മുറിവുകളോ അല്ലെങ്കിൽ എന്ത് അവരുടെ ആ ഒരു സിറ്റുവേഷന്റെ ആധിക്യം ഇന്റൻസിറ്റി മനസ്സിലാക്കി എന്ത് കൊടുക്കേണ്ടി വരും, കെയറിംഗ് കൊടുക്കേണ്ടി വരും. അല്ലാതെ എന്താ പറയാ അപ്പൊ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജ് ഏറ്റവും നെസസറി ആയിട്ടുള്ള ഇത് വേണ്ട ആളുകൾക്ക് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കണം. കാരണം ഇത്രയൊക്കെ പെട്ടെന്ന് ഇത്രയും ഒരു മാസ് ആളുകളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ they cannot occupy, ഇവരെയൊക്കെ ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസോ മറ്റ് സൗകര്യങ്ങളോ ഫെസിലിറ്റീസോ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. വട്ടവർ ബിഗ്ഗസ്റ്റ് ഓർ ലാർജസ്റ്റ് ഹോസ്പിറ്റൽ ഇറ്റ് മേ ബി, എത്ര വലിയ തോതിലുള്ള വലിയ എന്താ പറയാ മൾട്ടി നാഷണൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റൽസിലായിക്കോട്ടെ, പക്ഷെ ഇത്രയും ഒത്തിരി ആളുകളെ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജസിലുള്ളവർക്ക് ആദ്യം എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എവിടെ പഠിക്കുന്നത്, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആളുകളാകുമ്പോൾ വി ഹാവ് ടു ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ്. അതിനകത്ത് നമ്മൾ കൂടി വളരെയധികം നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടവരാണ്. കാരണം ഹോസ്പിറ്റലിന്റെ മൊത്തം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള മാനേജ്മെന്റ് ആണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഹൗ വി വിൽ ആക്ട്, നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്കും അറിയണ്ടേ. അപ്പൊ ഇത്തരം ഡിസാസ്റ്ററിൽ അകപ്പെട്ട ആളുകളെയും hospitals കൊണ്ടുവരും. And we have to handle them as a hospital administrator. We have to take part in that management procedures. അത്തരം കാര്യങ്ങളുടെ മാനേജ്മെന്റിലും നമ്മൾക്ക് നമ്മുടേതായ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കുന്നത് അല്ലെ. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മള് കുറച്ച് എന്താ പറയാ നമ്മൾ പറഞ്ഞു മാൻമെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ളത്, അതുകൂടാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് അറിയാം ഏതൊക്കെയാണ് മാൻമെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് എന്ന് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത എക്സാമ്പിൾസ് സഹിതം നമുക്ക് പറയാനറിയാം. ഇനി ഇതിനകത്ത് എന്താ പറയാ ഹ്യൂമൻ കൈൻഡിന് ഈ പറയുന്ന ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു മെജോറിറ്റി പാർട്ട് ഓഫ് ദ ഹ്യൂമൻ കൈൻഡ് ഹാസ് ടു ടോയിൽ, ഗ്രേറ്റസ്റ്റ് ടോയിൽ എന്ന് പറയുന്നത് ഒത്തിരി അധികം അധ്വാനിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ കൂടി ഇത്തരം ഡിസാസ്റ്റേഴ്സിൽ ഉണ്ടാകും അല്ലെ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഫ്ലഡ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഫ്ലഡ് വന്ന് വെള്ളപ്പൊക്കം ഇങ്ങനെ വന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും പൊക്കത്തിലൊക്കെ വെള്ളം വന്നു ഇറങ്ങിപ്പോയി. പക്ഷെ നമ്മളുടെ അധ്വാനം ഒരു മാസത്തോളം നീണ്ടു നിന്നു അത് കഴിഞ്ഞിട്ട്. ബിക്കോസ് വി ഹാവ് ടു ക്ലീൻ എവറിത്തിങ് അല്ലെ, ഈച്ച് ആൻഡ് എവറിത്തിങ്. കാരണം ഇത്രയും പൊക്കത്തിൽ വെള്ളം വന്നപ്പോ നമുക്കറിയാം വെള്ളം മാത്രം നല്ല ക്ലിയർ ക്ലീൻ വെള്ളമല്ല വന്നു പോയത്. വെള്ളമൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ ഇത് പാസ് ചെയ്ത് വരുന്ന മാർഗങ്ങൾ അല്ലെ അത് ഒത്തിരി എന്താ പറയാ അൺഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്തുകൂടി ഒത്തിരി വേസ്റ്റുകളെയൊക്കെ കൊണ്ടാണ് നമ്മുടെ വീടുകളിലേക്കൊക്കെ കയറി വന്നത്. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക അല്ലെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാലും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉണ്ടായിരുന്ന എന്ത് സാധനവും നമ്മൾ എടുക്കാതെ ഇപ്പൊ തുണികളൊക്കെ ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു നശിപ്പിച്ചു അല്ലെങ്കിൽ കളഞ്ഞു. അതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നമ്മുടെ ഇവിടെ വണ്ടികളൊക്കെ വലിയ വലിയ ലോറീസ് ഒക്കെ വന്നിരുന്നു അത്തരം വേസ്റ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട്. അപ്പൊ അതൊക്കെ എടുത്തു കൊടുത്തു വിട്ടു. കാരണം ഇതിന്റെ ഇനി ബാക്കി ഇഫക്ട് എന്തായിരിക്കും, ചിലപ്പോൾ ഇതിന്റെ അണുക്കൾ എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ട് അന്ന് അങ്ങനെയാണ് ആളുകൾ കാര്യങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പൊ അതിന്റെ അണുക്കളൊക്കെ ഇരുന്നിട്ട് നമുക്ക് അതിന്റെ കൊണ്ടുണ്ടാകാവുന്ന ചില രോഗങ്ങൾ അതൊരു എപ്പിഡമിക് ആയിട്ട് ഇങ്ങനെ പകർച്ചവ്യാധി രോഗം പോലെയൊക്കെ പടർന്നാൽ അതും ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ അതിനകത്ത് നമ്മൾ കരകയറി വരാൻ മാസങ്ങളോടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ അത് മാത്രമല്ല നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഹാർഡ് വർക്ക് അതും അവിടെ ഒത്തിരി എത്ര ദിവസം കൊണ്ട് നമ്മൾ ആ വീടൊക്കെ കഴുകി വൃത്തിയാക്കി അതിനെ വീണ്ടും പഴയ രീതിയിലേക്ക് ആക്കിക്കൊണ്ട് വന്നത്. ഓക്കെ, അപ്പൊ അത്തരം എന്താ പറയാ ഡിസാസ്റ്റേഴ്സ് ഇത്തരം നമുക്ക് വലിയ ഗ്രേറ്റസ്റ്റ് ടോയിൽ അധ്വാനത്തിന്റെ ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. മാത്രമല്ല മൾട്ടിറ്റ്യൂഡ് ഓഫ് റെഫ്യൂജീസ് ഒത്തിരി അഭയാർത്ഥികളെ പോലെ പലരും വന്നിങ്ങനെ കൊണ്ടുകൂടിയൊക്കെ നിൽക്കുന്നു. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇതിന്റെ എഫക്റ്റ് ആണ്. ഇനി അടുത്തത് അപ്പൊ അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് നീഡ്സ് ഓഫ് ഡിസാസ്റ്റർ അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഡിപെൻഡ് ലാർജ്ലി ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. അതായത് ഇത്തരം ഡിസാസ്റ്ററുകൾ അഭിമുഖീകരിച്ച
ഒരു ഏരിയ, ഒരു കമ്മ്യൂണിറ്റി, അതിന്റെ ആവശ്യങ്ങൾ എന്താണ് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കും? താഴെ പറയുന്ന ചില ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും. അതായത് ഏത് തരത്തിലുള്ള സഹായമാണ് അവർക്ക് വേണ്ടത്, ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് എന്ത് ആവശ്യകതയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ഈ താഴെ പറയുന്ന ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. ഏത് തരത്തിലുള്ള ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായത്, ആ ഒരു പ്രദേശത്തുണ്ടായ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ഏതാണ് എന്ന് മനസ്സിലാക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയുടെ, ആ ഒരു ലോക്കൽ അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയുടെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ കൃഷി അധികം ചെയ്യുന്ന ചിലപ്പോൾ ഏരിയ ആയിരിക്കാം അല്ലെ, അപ്പൊ വലിയ നാശനഷ്ടം സംഭവിക്കും ഇല്ലേ? അങ്ങനെയല്ലേ? അവിടെ ആ കമ്മ്യൂണിറ്റിയുടെ റിസോഴ്സസ്, ചിലര് ഒത്തിരി കൃഷിയെ എന്താ പറയാ, നമ്മളുടെ വീറ്റോ പാഡിയോ അങ്ങനെയുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു ഏരിയ, അവിടെയൊക്കെ ഫ്ലഡ് പോലെയുള്ള ഒരു ഡിസാസ്റ്റർ വന്നു വിചാരിക്കാം. സോ ഇറ്റ് വിൽ എന്താ പറയാ, നല്ല രീതിയിൽ ഇറ്റ് വിൽ ബി എഫക്റ്റഡ്. ആ കൃഷിയെ അല്ലെങ്കിൽ ആ വെള്ളത്തിനെ വളരെയധികം നല്ല മോശമായ രീതിയിൽ, വേഴ്സ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെയും ബാധിക്കും. അപ്പൊ ഇത്രത്തോളം ആവശ്യമുണ്ട് മാനേജ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഡിസാസ്റ്റർ എഫക്റ്റഡ് ഏരിയയുടെ ഈ പറയുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മറ്റൊരു വലിയ ഫാക്ടറാണ്. ഇനി ഇറ്റ്സ് ഡിഗ്രി ഓഫ് പ്രിപ്പയർനെസ്. ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി എത്രത്തോളം ഇത്തരം ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാനായിട്ട് അവർ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, ഇനിയുള്ള വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം we should be prepared, well prepared to face anything which occur in our economy. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇക്കോണമിയിൽ സംഭവിക്കാനിരിക്കുന്ന ഏത് കാര്യത്തെയും ഫേസ് ചെയ്യാൻ നമ്മൾ വളരെ അലർട്ടായിട്ട് കണ്ണും കാതൊക്കെ കൂർപ്പിച്ചിരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. കാരണം ഏത് രീതിയിലാണ് നമുക്കൊക്കെ ഇത്തരം വലിയ നമ്മൾ പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങൾ നമ്മളിലേക്ക് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇൻ ദ ഫോം ഓഫ് ഡിസീസസ് ആയിരിക്കാം, ഇൻ ദ ഫോം ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് ആയിരിക്കാം, ഇൻ ദ ഫോം ഓഫ് സച്ച് ഇത്തരം എന്താ പറയാ മാൻമെയ്ഡ് ആയിട്ടുള്ള എന്താ പറയാ ഡിസാസ്റ്റേഴ്സ് ആയിരിക്കും. മാൻമെയ്ഡ് ഇന്ന് കൂടുതലാണ്, അക്രമവും അല്ലെ, എല്ലായിടത്തും കേൾക്കുന്ന വാർത്തകൾ വെച്ചൊക്കെ ഇങ്ങനെയുള്ളതാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഇതിന്റെ ആക്രമിക്ക് നമ്മളിലേക്ക് ചിലപ്പോൾ വരും, അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതിന്റെ ഡിഗ്രി ഓഫ് പ്രിപ്പയർനെസിന്റെ അടിസ്ഥാനത്തില് പിന്നെ സ്റ്റേജ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇവല്യൂഷൻ, അതായത് ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പരിണാമം, അതിന്റെ ആ ഡിസാസ്റ്ററിന്റെ പരിണാമം എത്രത്തോളം ഉണ്ട് ആ സ്റ്റേജ്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു എന്താ പറയാ നമ്മുടെ ഡിസാസ്റ്റർ അഫക്റ്റഡ് കമ്മ്യൂണിറ്റിയിലെ ആവശ്യങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ എത്രത്തോളം ആവശ്യങ്ങളൊക്കെ ഓരോ കമ്മ്യൂണിറ്റിക്കും ഉണ്ട്, ഡിസാസ്റ്റർ അഫക്ട് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഒന്ന് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ, ഏത് തരത്തിലുള്ള ദുരന്തം, ഇനി ആ പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ റിസോഴ്സസ്, അവിടുത്തെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ, ചിലപ്പോ ഈ പറയുന്ന കൃഷിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിസോഴ്സസ് കൂടുതലുള്ള കമ്മ്യൂണിറ്റി ആണെങ്കിൽ അതിനൊക്കെ നാശനഷ്ടം സംഭവിക്കും. അപ്പൊ അതൊക്കെ വലിയ സാമ്പത്തിക നഷ്ടമാണ് ആ രാജ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുക. രാജ്യമായിക്കോട്ടെ, ഒരു പ്രദേശമായിക്കോട്ടെ, ആ ഒരു വലിയ നഷ്ടം അവിടെ സംഭവിപ്പിക്കും അല്ലെ. മാത്രമല്ല അവർ എത്രത്തോളം തയ്യാറെടുത്തിരുന്നു ആ ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ. ഏത് ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരുങ്ങിയിരിക്കണം. പിന്നെ ഡിസാസ്റ്ററിന്റെ ഇവല്യൂഷൻ, അതിന്റെ പരിണാമ ഫലങ്ങൾ അതെന്തൊക്കെയാണ്, അതിന്റെ സ്റ്റേജസ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഡിസാസ്റ്റർ എഫക്ട് ചെയ്ത കമ്മ്യൂണിറ്റിയുടെ ആവശ്യകത എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആ 4 പോയിന്റ് മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? യെസ്. Now our healthcare system, hospitals, public health infrastructure should be organized and also to be ready for such emergency situations. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ്, ഇവരൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ഇവിടെ ഇത്തരം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിനെ നമുക്ക് അതിനെതിരെ ആക്ട് ചെയ്യാം എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവരെല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം. ഹോസ്പിറ്റൽസും ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ ഹൗ വി ഹാവ് ടു ആക്ട്, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൽ റെഡി ആയിട്ട് ഇരുന്നോളാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് മസ്റ്റ് ബി, അതിനെ കുറിച്ച് ഈ പറയുന്ന ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിന് മാത്രമല്ല അതിന്റെ ടൈപ്പ് ഓഫ് മെഷേഴ്സ് ടു ബി ടേക്കൺ, എന്തൊക്കെ നടപടികൾ നമ്മൾ സ്വീകരിക്കും ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഉണ്ടായാൽ. ഇനി അറ്റ് ദ ടൈം ഓഫ് ഇവന്റ് ഓഫ് ഡിസാസ്റ്റർ, ഈ ഡിസാസ്റ്ററുകൾ ഉണ്ടാകുമ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ നടപടികൾ നമ്മൾ സ്വീകരിക്കാം എന്നുള്ളത് ഇറ്റ് ഷുഡ് ബി കോൺസർവന്റ് എന്ന് പറഞ്ഞത്. കോൺവെർസന്റ് എന്നാണ് പറഞ്ഞത്. എന്താ കോൺവെർസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജബിൾ എന്ന് പറഞ്ഞാൽ
മറ്റുള്ളവരും അറിഞ്ഞിരിക്കണം. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും പൊതുവായിട്ട് എല്ലാവരും ഇത്തരം ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇത്തരം ഇവന്റുകൾ ഉണ്ടാകുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത് വി ഷുഡ് ബി നോളജബിൾ. എന്താ നോളജബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ കുറിച്ച് അറിവുണ്ടായിരിക്കണമെന്ന്. എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് മാത്രം നോക്കിയിരുന്നാൽ നടപടിയാവോ? മുഖ്യമന്ത്രി എന്താ പറയാ, എന്തെങ്കിലും പ്രശ്നം ഒരു നാട്ടിലുണ്ടായ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊരു കോഴ്സ് കേട്ടിട്ടുണ്ടല്ലോ നമ്മള്, അല്ലെ? എല്ലാത്തിനും അങ്ങോട്ടാണ് കയറുക. അങ്ങനെയല്ല, നമ്മള് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ റെഡി ആയിട്ട് ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ റെഡിയാകണം. ഹോസ്പിറ്റൽസ്, പബ്ലിക് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് all should be ready and also knowledgeable the type of measures to be taken at the event of disasters. ഇത്തരം ഡിസാസ്റ്ററുകൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരെ എന്ത് മെഷേഴ്സ് എടുക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അതനുസരിച്ച് ആക്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കണം ഹോസ്പിറ്റൽസും മറ്റുള്ളവരൊക്കെ. ഓക്കെ, ഏതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കണത്? ക്ലിയർ ആണോ ആ പാരഗ്രാഫ്? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അടുത്തത് ഇനി നമ്മളുടെ മെഡിക്കൽ ഡിസ്ട്രിക്ട് തലത്തിലായാലും ഹെൽത്ത് അതോറിറ്റീസ് ഓൾസോ they have to play their central role, that means important role in planning and also management of healthcare services in that particular area where disasters occur. അതായത് ഡിസാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡിസ്ട്രിക്ട് ലെവലിലായാലും ഏത് ലെവലിലായാലും നമ്മളുടെ പ്രത്യേക ലോക്കൽ ഏരിയ ആണെങ്കിൽ കൂടി അവർക്കെല്ലാവർക്കും അവിടുത്തെ അധികാരികൾക്കും എന്തുണ്ട്, ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുണ്ട്. വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആക്ട് ചെയ്യണം, ഹോസ്പിറ്റൽസ് ആക്ട് ചെയ്യണം. ആൻഡ് ഓൾസോ അവിടുത്തെ അതോറിറ്റീസ് ഉണ്ട്. ഓരോ ലോക്കൽ ഏരിയസിലും ഡിസ്ട്രിക്ട് വൈസിൽ നമുക്കറിയാം, നമുക്ക് അധികാരികളുണ്ട്. പഞ്ചായത്ത് തലത്തിൽ നമുക്ക് അധികാരികളുണ്ട്, അല്ലെ? ഓരോരുത്തർക്കും പഞ്ചായത്ത് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവരും എല്ലാവർക്കും അവരവരുടേതായ സെൻട്രൽ റോൾ തന്നെ ആണ് ഈ പറയുന്ന ഡിസാസ്റ്റേഴ്സിൽ വഹിക്കാനുള്ളത്. അപ്പൊ ആരും അടങ്ങി ഒതുങ്ങിയിരുന്നത് കാര്യമില്ല. വി ഷുഡ് ഓൾ ആക്ട് അറ്റ് വൺ. നമ്മളെല്ലാവരും ഒരുപോലെ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. എന്നാലേ ഇത്തരം ഡിസാസ്റ്റേഴ്സിനെയൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ, അതിന്റെയൊക്കെ മാതൃക കടന്ന് ബാക്കിയുള്ള അതിനകത്ത് ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. ബാക്കിയുള്ളവര്, അല്ലെ, നമുക്ക് സ്വന്തം ജീവൻ നമ്മളെ നശിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അതിനുള്ള ധൈര്യമില്ലാത്തവരും ഈ ഭൂമിയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ജീവിക്കണം, അല്ലെ? മറ്റുന്നത് വരെ ജീവിക്കണം. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചാലേ നമുക്ക് ഈ ഒരു ഇക്കോണമീനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെയൊക്കെ ഫേസ് ചെയ്ത് പോകണം. അതിന് സെൻട്രൽ റോള് വി ഷുഡ് ആക്ട്, the central authorities have to act, and also the hospitals and healthcare institutions have to act. എല്ലാവരും പ്രവർത്തിക്കണം. അതാണ് ഡിസാസ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇവർ പ്രവർത്തിക്കുമ്പോൾ ഹോസ്പിറ്റൽസും ഹെൽത്ത് സെന്റേഴ്സും have to participate in that local medical effort. ആ ലൊക്കാലിറ്റിയിൽ ഇത്തരം ഡിസാസ്റ്റേഴ്സിനെ ഫേസ് ചെയ്തിരുന്ന എല്ലാവർക്കും മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ്. ഡിസാസ്റ്റേഴ്സിൽ ആർക്കും കൈകെട്ടി നോക്കിയെടുക്കാനൊന്നും പറ്റുന്നതല്ല. വി ഷുഡ് ആക്ട്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന കുറെ മേജർ ഡിസാസ്റ്റേഴ്സിന്റെ ഒരു ചാർട്ട്, ഒരു എന്താ പറയാ, ഒരു ഡയഗ്രാം നമുക്ക് ഒരു ഇന്ത്യയുടെ തന്നിട്ട് മാപ്പ് തന്നിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് പാർട്സ് ഓഫ് എ കൺട്രി, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഡിസാസ്റ്റേഴ്സിന്റെ ഒരു ഇതാണ് നമുക്ക് മാപ്പിലൂടെ അവിടെ കാണിച്ചിരിക്കുന്നത്. യു ക്യാൻ സീ ഫ്രം ദാറ്റ് മാപ്പിലൂടെ നമുക്ക് നോക്കിയാൽ കാണാം മിക്കവാറും എല്ലാവർക്കും തന്നെ പല ഡിസാസ്റ്റേഴ്സും ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ നാട്ടില് നമ്മൾ നേരിട്ട് അടുത്ത പ്രദേശങ്ങളിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഏതെങ്കിലും ഡിസാസ്റ്റേഴ്സ് ഏതെങ്കിലും ഇയറിൽ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാപ്പിൽ ഉണ്ടോന്ന് നോക്കിയേ, ഒന്ന് പരതി നോക്കിയേ, ഒന്ന് കാണാമോ നോക്കിയേ. ഡ്യൂറിംഗ് ദ ഇയർ 1980 to 2009 വരെയാണ് കേട്ടോ. 1980 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില മേജർ ഡിസാസ്റ്റേഴ്സ് ആണ് ആ ഒരു മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Yes, we can find that tsunami which occurred during the year 2004 December. അല്ലെ, 2004 സുനാമി വന്ന ആ ഒരു വർഷം 2004 ഡിസംബറിലാണ്. അപ്പൊ ആ ഒരു ഇത് നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരുപാട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ അറിയാം. സുനാമി ഏതൊക്കെ നാടിനെ എഫക്ട് ചെയ്തു എന്നൊക്കെ നമുക്കറിയാം, അല്ലെ? ഒക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേജിൽ എവിടെയെങ്ങാണ്ട് ഉണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പോ നമുക്ക് ആ മാപ്പിൽ നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും എവിടേക്കാണ് സുനാമി ഒക്കെ ചെയ്യുന്നതെന്ന്. മാപ്പിലുണ്ടോ നോക്കിയാൽ നിങ്ങളൊന്ന് ഏതൊക്കെ ഭാഗം നാടിനെ അത് ബാധിച്ചു സുനാമി ആ മാപ്പിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി പറഞ്ഞേ, നിങ്ങൾ പറ. സുനാമി ഏതൊക്കെ നാട്ടിലാണ്, ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് അതിന്റെ സുനാമിയുടെ ഒരു ഇതുണ്ടായത്? ഓ യെസ്, ആന്ധ്രാപ്രദേശിലുണ്ടായി, AP, യെസ്, പിന്നെ കേരളത്തിലുണ്ടായി, അല്ലെ?
അവിടെ പറഞ്ഞിട്ടുണ്ട് അതിനെയൊക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ സുനാമി കൂടാതെ മറ്റേതെങ്കിലും നമ്മളുടെ അറിവിലേക്ക് നമുക്ക് ഏറ്റവും അടുത്ത് ഏതെങ്കിലും പ്രദേശങ്ങൾ ഉണ്ടായതോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടായ അല്ലെങ്കിൽ നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ട് മറ്റൊരു ഡിസാസ്റ്റർ ഈ മാപ്പിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ അറിഞ്ഞത് ഫേസ് ചെയ്തതല്ല, നമ്മൾ അറിഞ്ഞതായിട്ടുള്ളതും മാത്രമല്ല അത്രയും വലിയ ഭീകരമായിട്ടുള്ളതുമായ ഏതെങ്കിലും ഡിസാസ്റ്റർ നമ്മുടെ മാപ്പ് മനസ്സിലാവുന്നുണ്ടോ? ഭോപ്പാലിലുള്ളത് അല്ലെ? ഭോപ്പാലിന്റേത് ഗ്യാസ് ഡിസാസ്റ്റർ ഡിസംബർ 1982 ആണത്. എർത്ത് ക്വേക്ക് ഉണ്ടായിട്ടുണ്ട് ഗുജറാത്തിലെ. യെസ്, അത് ഗുജറാത്തിലെ ഭുജ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു എർത്ത് ക്വേക്ക് ആണ്. അത് ജാനുവരി 2001 ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിരുന്നത്. ഒരുപാട് സ്കൂളുകളിലൊക്കെ പോയിരുന്ന കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അങ്ങനെ പിന്നെ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്ലഡ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പൊ ഫ്രം ദാറ്റ് മാപ്പ്, ഈ ഒരു മാപ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് അതന്നെ ഒറീസയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്. ബിക്കോസ് നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒറീസയിൽ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ എന്താ പറയാ ഡ്രസ്സ് ഒക്കെ ചോദിച്ചിട്ടും അതുപോലെ തന്നെ ഹെൽപ്പ് ചോദിച്ചിട്ടും ഒക്കെ ഒരു കാർഡിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ടൊക്കെ വരാറുണ്ട്. മിക്കവാറും എല്ലാ ഇയറിലും അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെയൊക്കെ. യെസ്, അതെ, അവിടെയൊക്കെ എല്ലാവർക്കും വരുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മളുടെ മേജർ ഡിസാസ്റ്റേഴ്സ് ആണ്. അപ്പൊ മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെ എന്താ പറയാ ഇയറില് ഒക്കർ ചെയ്തു എന്നും ഏതൊക്കെ നാടിനെ അത് ഇഫക്ട് ചെയ്തു എന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കാം ഏതൊക്കെ ഡിസാസ്റ്റേഴ്സ് ആണ്, ഏതൊക്കെ നാടിനെയാണ് അത് സ്ട്രൈക്ക് ചെയ്തത് എന്നും അതിന്റെ എന്താ പറയാ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. അല്ലാതെ നമുക്ക് അത്ര കാര്യമായിട്ട് നമുക്ക് അതിൽ നിന്നൊന്നും നോക്കാനൊന്നുമില്ല. സോ എന്നാലും നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ഏതൊക്കെ ഇയറിലാണ് ഇതൊക്കെ നടത്തിയെന്നൊക്കെ. അപ്പൊ ഇതൊക്കെ ഡിസാസ്റ്ററിന് ഒരു എക്സാമ്പിൾസ് തരാൻ വേണ്ടിയിട്ട് മാപ്പ് കാണിച്ചിരിക്കുന്നതാണ്. മാപ്പ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതൊക്കെ നമ്മൾ തന്നെ വായിച്ചു നോക്കിയാൽ പോരെ? ഓക്കെ, അത് ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ബാധിച്ചത്, എന്താണ് അവിടെ ഉണ്ടായത്. അപ്പൊ മേജർ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ സുനാമി, അതുപോലെ ഗുജറാത്തിലെ ഭുജിലുണ്ടായിരുന്ന എർത്ത് അങ്ങനത്തെ കുറച്ചൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ മാത്രമല്ല മോക്ക് ടെസ്റ്റിലൊക്കെ നമ്മൾ തരുന്ന ചോദ്യങ്ങളൊക്കെ ഏകദേശം അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരിക്കും. സോ അതുകൂടിയൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കി വെച്ചേക്കാം കേട്ടാ. ഓക്കെ, ഇനി ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 30 yearsലെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ there has been an increase of 5-fold frequency of disasters എന്നാ പറഞ്ഞേക്കുന്നത്. 5-fold എന്ന് പറഞ്ഞാൽ എന്താ? 5 മടങ്ങ്. അതായത് കഴിഞ്ഞ 30 വർഷ കാലഘട്ടത്തിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാല് ഈ ഡിസാസ്റ്റേഴ്സിന്റെ എന്താ പറയാ വർധനവ്, അതിന്റെ ഒരു ഫ്രീക്വൻസിയുടെ വർധനവ് എന്ന് പറയുന്നത് 5 മടങ്ങോളമാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് എന്നാണ് പറയാ. അപ്പൊ അത് നമ്മൾക്ക് അവിടെ കാണിച്ച മേജർ ഡിസാസ്റ്റേഴ്സ് നമ്മുടെ മാപ്പിൽ കാണിച്ചു. അത് തന്നെ തൊട്ടിപ്പുറത്ത് കുറച്ച് ബുള്ളറ്റ്സ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ബുള്ളറ്റ്സ് ഉള്ളതൊന്നും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള അവിടെ ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ അതൊന്നുകൂടി നമുക്കൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പോയിന്റ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി വിച്ച് അഫക്റ്റഡ് 2 lakh people എന്നാണ് കേട്ടോ. അതൊന്ന് തിരുത്തണേ. 2 കഴിഞ്ഞിട്ടൊരു INC എന്നാണ് ഇതികളെ LAC എന്നായിരുന്നു. സോറി, LNC എന്നായിരിക്കും ചിലപ്പോ. എന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. എന്തായാലും ലാക്ക് ആണ്. LAC എന്നാക്കിക്കോ. നമ്മുടെ ലാക്കിന്റെ ഒരു ഷോർട്ട് ആയിട്ട് അങ്ങനെ എഴുതാറുണ്ട്. LAC അല്ലെങ്കിൽ LAKH ലാക്ക് എന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിക്കോ. 2 ലക്ഷത്തോളം ആളുകളെ ബാധിച്ച അല്ലെങ്കിൽ അഫക്ട് ചെയ്ത ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്ന ഒരു ദുരന്തം അത് ഉണ്ടായിട്ടുണ്ട്. അത് ഏകദേശം 3000 ലൈഫ്സ് ആണ് ലോസ്റ്റ് ആയിരിക്കുന്നത്. 3000-ഓളം ജീവൻ എടുത്ത ഒരു ദുരന്തമായിരുന്നു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്നാണ് പറയാ. 2 ലക്ഷത്തോളം ആളുകളെ ബാധിച്ചു. 3000 പേർക്കോ അവരവരുടെ ജീവനും നഷ്ടമായിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ. അപ്പൊ ലാക്ക് ഒന്ന് തെറ്റിയോ? എല്ലാവരും 2 lakh എന്നാക്കിയോ? LAC എന്ന് എഴുതിയാലും മതി, LAKH എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി മറ്റൊന്ന് സൈക്ലോൺ എന്ന് പറയുന്ന മറ്റൊരു എന്താ പറയാ ദുരന്തമാണ്. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ചുഴലിക്കാറ്റും മഴയൊക്കെ കൂടിയൊക്കെ ഉള്ള ഒരു സംഭവമാണ് അല്ലെ. അലോങ് ദ കോസ്റ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് ഒറീസ അറ്റ് ഇന്റർവെൽ ഓഫ് എവറി 2 years ആണ് കേട്ടോ. അതും അതുപോലെ ഒന്ന് തിരുത്തലേ. ഫ്യൂ എന്ന് മാറ്റി ഒന്ന് 2 ആക്കുക. ഐ തിങ്ക് നിങ്ങൾ ഇത് നേരത്തെ പഠിച്ചെന്ന് തോന്നുന്നു അല്ലെ. ഈ ഡിസാസ്റ്ററിന്റെ നേരത്തെ ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈ സെയിം കാര്യമൊക്കെ അവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടോ? ഓക്കെ, അപ്പൊ ഫ്യൂ മാറ്റി അവിടെ 2 ആക്കാമോ? TWO 2 years.
അതായത് എല്ലാ 2 വർഷം കൂടുമ്പോഴും എന്തുണ്ടാവാറുണ്ട്? ഒറീസയിലും ആന്ധ്രാപ്രദേശിലും സൈക്ലോൺസ് ആ തീരപ്രദേശങ്ങളിൽ മിക്കപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. തീരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരെയൊക്കെ നന്നായി അഫക്ട് ചെയ്യും. അവിടെയും ഏകദേശം 25,000 ലൈഫ്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. 25,000-ഓളം ജീവൻ അപഹരിച്ച സൈക്ലോൺസ് ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഒക്കെ ഏകദേശം 2 ഇയേഴ്സിന്റെ ഇന്റർവെല്ലിൽ ആ ഒരു ഓൾട്ടർനേറ്റ് 2 വർഷം കൂടുമ്പോഴൊക്കെ ഇത് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 എന്നാകണേ ഫ്യൂ മാറ്റി. അടുത്തത് എർത്ത്ക്വേക്ക് ഇൻ ഉത്തർകാശി ഇൻ 1990. അതും മറ്റൊരു ദുരന്തമാണ്. 1990-കളിലും ഉണ്ടായ എർത്ത്ക്വേക്ക് ഉത്തർകാശിയിലാണ്. പിന്നെ എർത്ത്ക്വേക്ക് ഇൻ ലാത്തൂർ ഇൻ മഹാരാഷ്ട്ര ഇൻ 1993. 1993-ല് മഹാരാഷ്ട്രയിലെ ലാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന എർത്ത്ക്വേക്ക്, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഡിസാസ്റ്റർ ആണ്. മെനി ട്രെയിൻ ആക്സിഡന്റ്സ് ഓഫ് ആൻഡ് ഓൺ, അതായത് പലതരത്തിലുള്ള ട്രെയിൻ ആക്സിഡന്റുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടൊക്കെ തമ്മിൽ എന്താ പറയാ ആക്സിഡന്റുകളും പല രീതിയിലും ട്രെയിൻ ആക്സിഡന്റ്സും അതിലും കുറെ ആളുകളുടെ ജീവിതം വെച്ച് അതുമൊക്കെ ദുരന്തം തന്നെയാണ്. കാരണം ട്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ 1-2 ആളുകൾ യാത്ര ചെയ്യുന്ന വാഹനമല്ല, അല്ലെ, ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കറിയാം ഒത്തിരി ആളുകൾക്ക് അതിൻ്റെതായ ഇഞ്ചുറീസോ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടതോ ഒക്കെ ഉണ്ടാവും. ഓക്കെ, എർത്ത്ക്വേക്ക് ഇൻ ഗുജറാത്ത് ജനുവരി 2001. 2001 ജനുവരിയില് ഗുജറാത്തിലെ എർത്ത്ക്വേക്ക്. പിന്നെ സുനാമി സദേൺ ഇന്ത്യൻ കോസ്റ്റ് ലൈൻ, നമുക്കറിയാം സുനാമി ഉണ്ടായത്. നമ്മളൊക്കെ നന്നായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കേട്ടെന്ന് പറഞ്ഞതൊക്കെയാണ്. 2004-ല് 26 ഡിസംബറിലാണ് സുനാമി സദേൺ ഇന്ത്യൻ കോസ്റ്റ് ലൈനിൽ രൂപപ്പെട്ടത്. അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? 10,273 ഡെഡ്, 10,273 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 2,39,024 ഫാമിലീസ് ഹോംലെസ്. 2,39,024 പേർക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. 27,22,000 പോപ്പുലേഷൻ അഫക്റ്റഡ്. 27,22,000 പേരെ ഇത് ബാധിച്ചു എന്നുള്ളതാണ് സുനാമി. അപ്പൊ ഇത്രയും വലിയ ഒരു ദുരന്തമായിരുന്നു ആ ഒരു 2004 ഡിസംബർ 26-ാം തീയതി ഉണ്ടായത്. അപ്പൊ ഈ പ്രധാനപ്പെട്ട ഡിസാസ്റ്റേഴ്സ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം അത് നമുക്ക് ചിലപ്പോൾ എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മാപ്പിൽ കണ്ടു, മാപ്പിന്റെ നിന്ന് കുറച്ചും കൂടി ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഒത്തിരി ആളുകളെ ബാധിച്ചിരിക്കുന്ന ഡിസാസ്റ്റേഴ്സ് കുറച്ചുകൂടി കൂടുതൽ ഇതിലേക്ക് പോയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണ് പോയിന്റ് ഇട്ട് എത്ര തന്നിരിക്കുന്നത്? 7 തന്നിരിക്കുന്നത്. അത് നമുക്ക് പഠിച്ചേക്കണം. ഓക്കെ, മനസ്സിലായോ? അത് ക്ലിയർ ആണോ? യെസ്. ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് പോകാലോ. ആ എണ്ണമൊക്കെ ഏകദേശം ആ സുനാമിയുടെ ഒക്കെ എണ്ണവും ഒക്കെ അതിന്റെ ഡേറ്റും ഇയറും ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത് എത്ര പേർക്കാണ്, എത്ര പേരെ എഫക്ട് ചെയ്തതാണ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. യെസ്, ഇനി ഈ പറയുന്ന whatever big or small the disaster is, എത്ര തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് എങ്ങനെയുള്ളതായിക്കോട്ടെ, ചെറുതോ വലുതൊക്കെ ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ what is the level of preparedness to govern these disaster, ഈ ഡിസാസ്റ്ററുകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാം എന്നുള്ളത് നമ്മുടെ ലെവൽ ഓഫ് പ്രിപ്പയർനെസ് തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. നമ്മൾ അതിനോട് എത്രത്തോളം ഒരുങ്ങിയിരുന്നു to face that particular disaster. ആ ഡിസാസ്റ്ററിനോട് നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് എത്രത്തോളം നമ്മൾ ഒരുങ്ങി എന്നുള്ളതാണ്. നമ്മളെപ്പോഴും വെൽ പ്രിപ്പയർഡ്, വെൽ ഇൻഫോംഡ് ആയിരിക്കണം. ഹോസ്പിറ്റൽസിന് എന്താ പറയാ, ഇത്തരം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ എസെൻഷ്യൽ റിലീഫ് പ്രോഗ്രാംസ് ടു ബി ടേക്കൺ, അതിന് നമുക്ക് സുരക്ഷാ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ റിലീഫ് ചെയ്യാനായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള നടപടികൾ എന്തൊക്കെ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഹോസ്പിറ്റൽസിന് ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ വെൽ പ്രിപ്പയർഡ് ആകാനായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിരിക്കണം. അപ്പൊ ഹോസ്പിറ്റൽസ് എന്താണോ ആദ്യം ചെയ്യേണ്ടത്, അതായത് ഈ പറയുന്ന ഓൺസ്ലോട്ട് ഓഫ് എ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്ററിന്റെ ഈ ആക്രമണം, അതായത് ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഹോസ്പിറ്റൽസ് ഇതെങ്ങനെ ഡീൽ ചെയ്യും, അതെങ്ങനെ ഗവേൺ ചെയ്യും എന്നുള്ളത് അവരുടെ ലെവൽ ഓഫ് പ്രിപ്പയർനെസ് തന്നെയാണ്. കാരണം ആ ഹോസ്പിറ്റൽസിലേക്ക് ഇതുപോലെയുള്ള ദുരന്തങ്ങളെ ഫേസ് ചെയ്യുന്ന ആൾക്കാരേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിനുള്ള ക്രൂഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാവരും അറിയിക്കണം. ഹോസ്പിറ്റൽസിനകത്തുള്ള എല്ലാവരും തന്നെ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കും. അതിന്റെ ആ ലെവലാണ് അവിടെ എന്താ പറയാ ഓരോ ജീവനെയും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ.
ഇപ്പൊ ഈ എത്ര ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവന്നാലും അവരെ നമ്മള് പെട്ടെന്ന് അവരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മള് തയ്യാറായി തീരണം. അതിനു വേണ്ടി നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ഇപ്പൊ വലിയ ബസ് ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടാകുന്നു. വലിയ ദൂരേക്കൊക്കെ പോകുന്ന ബസ്സൊക്കെ തമ്മിൽ വലിയ ഒത്തിരി ആളുകളെ ട്രിപ്പൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റിൽ പറ്റി വലിയ കുറെ ആളുകൾക്ക് പരിക്കുകൾ പറ്റി അല്ലെങ്കിൽ അതിനെയൊക്കെ അതിൽ നിന്നൊക്കെ ആളുകൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇത്ര അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്ക് പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോകുള്ളൂ. അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുമോ? ഇല്ല, ഏറ്റവും നിയറസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുക. സോ അവിടെ അവരെത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അത് ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസ് സ്വീകരിക്കേണ്ട ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പൊ നമ്മളുടെ ഹോസ്പിറ്റൽസിൽ ഈ ഡിസാസ്റ്റേഴ്സിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി ഷുഡ് ഹാവ് എ ഗ്രേറ്റ് പ്രിപ്പയർഡ്നെസ്. നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്ന് ഹോസ്പിറ്റൽസിന്റെ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. വട്ടെവർ ഇൻഫോർമേഷൻസ് അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് പെട്ടെന്ന് കൈമാറാനും വെൽ പ്രിപ്പയർഡ് ആകുക, വെൽ ഇൻഫോംഡ് ആകുക. മാത്രമല്ല നമ്മൾ അറിഞ്ഞിരുന്ന മാത്രമല്ല നമ്മൾ മറ്റുള്ളവരിലേക്ക് അത്തരം കാര്യങ്ങൾ ഇൻഫോം ചെയ്ത് പെട്ടെന്ന് അതിനുള്ള സ്റ്റെപ്സ് സ്വീകരിക്കുക. എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് അതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം, ഈ പറയുന്ന പോലെ ഒരു പരിധി വരെ നമുക്ക് ഡിസാസ്റ്റേഴ്സിന് തടയാൻ പറ്റില്ല, അല്ലെ? നമുക്കറിയാം, ഇപ്പൊ പെട്ടെന്ന് ഡിസാസ്റ്റർ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ വിളിച്ചു പറഞ്ഞിട്ടാണ് വരിക, ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. സോ ഇറ്റ്സ് നോട്ട് പ്രിവെന്റബിൾ. നമുക്കറിയാം തടയാൻ പറ്റുന്നതല്ല. പക്ഷെ എങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് ഇഫക്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് അറ്റ് എ പോയിന്റ് ഓഫ്, അല്ലെ? നമുക്ക് ഒരു പോയിന്റ് വരെ ഇതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റുകളെ കുറയ്ക്കാൻ, അല്ലെ? അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാനായിട്ട്, അതായത് നമ്മളുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന ദോഷങ്ങള്, നമ്മളുടെ ലൊക്കാലിറ്റിക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള കാര്യങ്ങള്, അതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനേ പറ്റുള്ളൂ. ബട്ട് നോട്ട് ക്യാൻ ബി പ്രിവെന്റഡ്. പക്ഷെ ഒരു പരിധി വരെ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ തടയാൻ പറ്റില്ല. എർത്ത് ഉണ്ടായി, നേരത്തെ കൂടി പറഞ്ഞിട്ട് അറിഞ്ഞിട്ടാണോ എർത്ത് ഉണ്ടാകുന്ന പറയണേ? എർത്ത് കൂടുതലും പറയാൻ പറ്റാത്തതാണ്. അതായത് നമുക്ക് എടുത്തു പറയാൻ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇത് ഉണ്ടാകും എന്നൊക്കെ നേരത്തെ കൂടി മുൻകൂടി പറയാനൊന്നും പറ്റില്ല. അത് ഉണ്ടായി കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. അത് കുറച്ചു നേരത്തേക്കേ ഉള്ളുവെങ്കിലും അതിന്റെ ആഫ്റ്റർ എഫക്ട് ചിലപ്പോൾ വളരെ വലുതായിരിക്കും. പക്ഷെ നേരത്തെ കൂടി മുൻകൂട്ടി അറിയാനും പറ്റില്ല താനും. മറ്റു ചില ഡിസാസ്റ്റേഴ്സിനെയൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷെ ഇതുപോലുള്ള എർത്ത് പോലെയുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെയൊക്കെ പ്രിവെന്റബിൾ അല്ല എങ്കിലും പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ നമുക്ക് അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഡിസാസ്റ്ററിന്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിസാസ്റ്ററിന്റെ ഫേസസ് എന്ന് പറയാം. ഫേസസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രധാനപ്പെട്ട തലങ്ങൾ. നമ്മുടെ ഡിസാസ്റ്ററിന്റെ ഫേസസ് ഒരു ചാർട്ട് പോലെ വീണ്ടും നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെ? അതിൽ നിന്ന് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ, കുറയ്ക്കാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യാം. അതിനുവേണ്ടി പ്രിപ്പയർഡ് ആകാം. അതിന്റെ റെസ്പോൺസ് അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, ആക്ട് ചെയ്യണം. അതിൽ നിന്ന് റിക്കവർ ആകണം. അതിൽ നിന്ന് റിക്കവർ ആകാൻ നിവർത്തിയില്ല, കാരണം നമുക്ക് ജീവിക്കണ്ടേ, അല്ലെ? ജീവിച്ചിരിക്കുന്നവർക്ക് വീണ്ടും അവരുടെ ജീവനിലേക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. സോ അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരണം. അപ്പൊ നമ്മൾ എല്ലാം ചെയ്യേണ്ടതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ ഫേസസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വീണ്ടും നമ്മളുടെ ഡിസാസ്റ്ററിന്റെ ഫേസസിനെ താഴെ പറയുന്ന രീതിയിൽ ഒരു 5 ഫേസസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡിസാസ്റ്ററിൽ പ്രധാനമായിട്ടും പ്രീ ഡിസാസ്റ്റർ ഫേസ്, അലേർട്ട് ഫേസ്, ഇമ്പാക്ട് ഫേസ്, പോസ്റ്റ് ഇമ്പാക്ട് ഫേസ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫേസ്. അങ്ങനെ 5 ഫേസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് അത്ര ചുരുങ്ങിയ ഒരു പ്രോസസ് അല്ല. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് പ്രോസസ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും നീളം കൂടിയ, ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പ്രോസസ്സാണ് റീഹാബിലിറ്റേഷനും റീകൺസ്ട്രക്ഷനും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എർത്ത് ഉണ്ടായി, വീടുകളും ഒക്കെ ഇടിഞ്ഞൊക്കെ വീണു എന്ന് വിചാരിക്കാം. അതൊക്കെ പുനരുദ്ധരിച്ച് വീണ്ടും കൊണ്ടുവരാൻ എളുപ്പം സാധിക്കുമോ? ഇന്ന് വീണ് നാളെ വീണ്ടും കെട്ടിപ്പോക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു ലോങ് പ്രൊസീജിയർ ആണ്. പെട്ടെന്നൊന്നും അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. റീഹാബിലിറ്റേഷൻ, അതിജീവിപ്പിക്കുക, മറ്റുള്ള എവിടെയെങ്കിലും ഒക്കെ ആളുകൾക്ക് അധിവസിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക പറ്റുമോ? അടുത്ത വീട്ടില് അടുത്ത പ്രദേശത്തുള്ള ഒരു നാട്ടിലേക്ക് ഒരു ആൾക്കാരെയൊക്കെ കൂടി കൊണ്ടു ചെന്നിട്ട് ഇന്ന് കുറച്ച് നാളത്തേക്ക് ഇവിടെ താമസിക്കാൻ സമ്മതിക്കുമോ? എത്ര വിശാല ഹൃദയരാണ് എന്ന് പറഞ്ഞാൽ പോലും
അതിനൊന്നും ആരും സമയം കൊടുത്തില്ല. ചിലപ്പോ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ എങ്ങാനും കൊടുക്കുന്നതായി, എന്നാൽ കയറി കിടക്കാനോ എല്ലാ ദിവസവും നിങ്ങൾ വീടുണ്ടാക്കി പണം തീർന്നത് വരെ ഇവിടെ സ്റ്റേ ചെയ്തോളോ എന്നൊന്നും അത്രയൊന്നും ആരും വലിയ വിശാലമായ മൈൻഡ് കാണിക്കുന്നത് നമുക്ക് തോന്നുന്നില്ല. ബിക്കോസ് എല്ലാവരും പൊസസീവ് ആണ്. അപ്പോ അത്ര വിശാല മനസ്കതയുള്ള ആളുകളൊന്നും ഇന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. എത്ര വലിയ ദുരന്തങ്ങൾ നമ്മുടെ നാടിനെയും നാട്ടുകാരെയും ബാധിച്ചു എന്ന് പറഞ്ഞാലും മനുഷ്യത്വം എന്ന് പറയുന്നത് ഓരോ ദിനം പ്രതി കുറഞ്ഞുകൊണ്ടായിരിക്കണം. ഒരു ഇച്ചിരി പോലും ഗുണമൊന്നുമില്ല അല്ലെ? ആലോചിച്ച് നോക്കിയേ, മനുഷ്യത്വം, മനുഷ്യനായി പറഞ്ഞിട്ട് മനുഷ്യത്വമില്ലാത്ത ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതിനേക്കാളും വിലയുണ്ട് മറ്റ് ജീവജാലങ്ങൾക്ക്. നമ്മൾ മറ്റ് ജീവജാലങ്ങളോട് എത്രയോ കരുണ കാണിക്കുന്നു അല്ലെ? വീടുകളിലൊക്കെ നമ്മൾക്ക് പെറ്റ്സ് ആയിട്ട് നമ്മൾ എന്തിനെയൊക്കെ വളർത്തുന്നു, അതുങ്ങളെ കൊച്ചുങ്ങളെ പോലെ നോക്കുന്നു. റോഡിലൊരു മനുഷ്യൻ എന്തെങ്കിലും പറ്റിക്കിടന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ, കൊച്ചുകുട്ടികളൊക്കെ ഭക്ഷണമില്ലാതെയൊക്കെ റോഡിനരികത്തൊക്കെ ഇരുന്നിട്ട് എത്രയോ ഇരിക്കുന്നു. അപ്പൊ നമ്മളൊന്ന് അവിടെയൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യത്വമില്ലാത്ത കുറെ മനുഷ്യരുടെ ഒരു വാസസ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഭൂമി എന്നുള്ളതാണ് പ്രത്യേകത അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും അതെ സ്വാർത്ഥരായി പോകും, പോസസീവാണ്. എന്റെ എന്നാണ് മാത്രമേ വിചാരമുള്ളൂ. നമ്മുടെ എന്ന് പറയാനായിട്ട് തോന്നുന്നില്ല ഇന്ന് ആളുകൾക്ക് അല്ലെ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇനി ഇതൊക്കെ എവിടെ പോയി നിൽക്കുമെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ഈ കാലഘട്ടമൊക്കെ ഇങ്ങനെ പോയേ നമ്മളൊക്കെ ഈ ഒരു ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇനി നമ്മുടെ കുട്ടികളൊക്കെ വളർന്ന് അവരൊരു നല്ല പ്രായത്തിലൊക്കെ എത്തുമ്പോ അവര് ഈ ഭൂമിയെ എങ്ങനെയായിരിക്കും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ അവരെങ്ങനെയുള്ള ഒരു ഭൂമിയിലായിരിക്കും ജീവിക്കുക? ഇത്തരം അക്രമങ്ങളും കൊലപാതകങ്ങളും ദിവസം പ്രതി അല്ലെ? സ്വന്തം ബന്ധം പോലും തിരിച്ചറിയാൻ മനസ്സിലാകാത്ത മനുഷ്യന്മാരുടെ ഇടയിലായിരിക്കും ഇവരുടെയൊക്കെ ജീവിതം. ആലോചിച്ചൊക്കെ സ്വന്തത്തിനും ബന്ധത്തിനും യാതൊരു വിലയില്ലാത്ത രീതിയിലാണ്. അപ്പൊ ഡിസാസ്റ്ററിന്റെ ഇത്തരം ഫേസസ്, ഓരോ ഫേസ് ഉണ്ട്. പ്രീ ഡിസാസ്റ്റർ, ഡിസാസ്റ്ററിന് മുമ്പുള്ള ഒരു തലമുണ്ട്. അലേർട്ട് ഫേസ്, നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കേണ്ട ഒരു ഫേസ് ഉണ്ട്. ഇമ്പാക്ട്, അതിന്റെ ഇമ്പാക്ട് കൊണ്ടുണ്ടാകുന്ന ഒരു ഫേസ്, അതായത് ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് അതിന്റെ ഒരു ഇഫക്റ്റ്, അതാണ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. പോസ്റ്റ് ഡിസാസ്റ്റർ, അതായത് പോസ്റ്റ് ഇമ്പാക്ട്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസ്. പിന്നെ റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഫേസ്. ഇതിലെ ലാസ്റ്റത്തെ ഫേസ് ആണ് കുറച്ച് നീണ്ട പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഫേസസ് എന്ത് ചെയ്യും, നമ്മള് ഓരോന്നും നമുക്ക് ഇനി എന്താണെന്ന് പഠിക്കണം. എന്താണ് പ്രീ ഡിസാസ്റ്റർ മുമ്പുള്ള ഫേസ് എന്താണ് എന്ന്. ഓക്കെ, ഒരുപാട് നമുക്ക് ചിത്രങ്ങളൊക്കെ കാണേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഒത്തിരി ചിത്രങ്ങൾ ഇതുപോലത്തെ കണ്ടിട്ടുണ്ട് അല്ലെ? ഇപ്പൊ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നടന്ന ഡിസാസ്റ്റർ ആണ് നമുക്ക് അറിയാം വയനാട്ടിൽ ഉണ്ടായിരുന്ന ലാൻഡ് സ്ലൈഡ് ഒക്കെ. അപ്പൊ അത് നമുക്കറിയാം എന്തോരം ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഒരാൾ മാത്രം അവശേഷിച്ചവരുണ്ട്, ചിലപ്പോ ആ വീടുകളിൽ ഇല്ലാതിരുന്നത് കൊണ്ട് അല്ലെ? പിന്നെ എല്ലാവരും ഇല്ലാതായി പോയവരും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിഞ്ഞതാ കേട്ടതൊക്കെയാണ്. അപ്പൊ എന്താണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്? ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പ്, സ്ട്രൈക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കമ്മ്യൂണിറ്റി ഹാസ് ടു അസസ്. അതായത് ഒരു നാട് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി അവര് നേരത്തെ കൂട്ടി വിലയിരുത്തണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം അല്ലെ? ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് ടു ബി പ്രിപ്പയർഡ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്ത് ബോധ്യപ്പെടുത്തി അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിരിക്കണം. അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞിട്ടാണോ? അല്ല, ബിഫോർ ഡിസാസ്റ്റർ ഒക്കെ. ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തി മനസ്സിലാക്കിയ ആളുകൾക്ക് ട്രെയിനിങ് നേരത്തെ കൊടുത്തിരിക്കണം. ഇനി അതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇപ്പൊ എന്താ പറയാ, സ്കൂളുകളിലൊക്കെ, ചില സ്കൂളുകളിലൊക്കെ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്കൂളുകളിലൊക്കെ പെട്ടെന്ന് ഒരു ഫയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പല സ്ഥലത്തും സംഭവിക്കുന്നതാ. എന്താ പറയാ, നമ്മളെ തീപിടുത്തം അല്ലെ? ചില വയേഴ്സ് ഒക്കെ ഷോർട്ട് ആയിട്ട് പെട്ടെന്ന് തീപിടുത്തി. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ അതന്നെ നോക്കില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ കുട്ടികളോട് ഹൗ ടു റിയാക്ട്, കുട്ടികളൊക്കെ ചെറിയ കുട്ടികളും വലിയവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ ഒരു ഡെമോ പോലെ അല്ലെ, ഡെമോൺസ്ട്രേഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമുക്ക് വീഡിയോസ് പലരും ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അതൊക്കെ അങ്ങനത്തെ ദുരന്തങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, അതിന് അലേർട്ടായിട്ട് നിർത്താൻ. അതാണ് പ്രീ ഡിസാസ്റ്റർ അലേർട്ട് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റിക്ക് ഷുഡ് ബി ട്രെയിൻഡ് ആൻഡ് ഓൾസോ ഗിവൺ അലേർട്ട് പ്രോഗ്രാംസ്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അലേർട്ട് പ്രോഗ്രാമുകൾ ഇഫ് പോസിബിൾ, പറ്റുമെങ്കിൽ അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ അതൊക്കെ സംഘടിപ്പിക്കാം. അത് മാത്രമല്ല, ഇതൊക്കെ ചെയ്താലും വെൻ ദ ഡിസാസ്റ്റർ ഒക്കെ വി മസ്റ്റ് ഹാവ് സം എക്സ്റ്റേണൽ ഹെൽപ്പ്. തീർച്ചയായിട്ടും ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് സഹായം വേണ്ടി വരും. നിങ്ങളുടെ ഒന്നും സഹായം വേണ്ട, ഞങ്ങൾ
നമ്മളെല്ലാം പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ആരുടെയും സഹായം നമുക്ക് ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. എക്സ്റ്റേണൽ ഹെൽപ്പ് ഓക്കെ, അത് വേറെ. അത് കൂടാതെ വി ഷുഡ് ബി പ്രിപ്പയർഡ്. നമ്മൾ മെന്റലി, ഫിസിക്കലി, നമ്മളുടെ സൊസൈറ്റി പരമായിട്ട് ഒക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ആക്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ദുരന്തം, അല്ലെങ്കിൽ മനുഷ്യന്റെ എന്താ പറയാ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഹെൽത്ത് തന്നെയാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് കേട്ടല്ലേ നമ്മൾ പ്രോവർബുകള്, അല്ലെ? ചില ആൾക്കാർക്ക് അതൊന്നും ഇല്ല. ഹെൽത്ത് ഒന്നും അല്ല. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും നാളെയാണെങ്കിലും നമുക്ക് വേണ്ട ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഹെൽത്ത് നന്നാക്കി ആണ് നമ്മൾ നടക്കേണ്ടത്. അല്ലെങ്കിൽ ചില ആളുകളുണ്ട് ആരോഗ്യമൊന്നും നോക്കുകയൊന്നുമില്ല, കഷ്ടപ്പാട്, ദുരിതം തന്നെ, പണി, അല്ലെങ്കിൽ ഇത് അത്, ആരോഗ്യത്തെ നോക്കാതെ മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ഗൗനിക്കണം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് നമ്മൾ വെല്ലായിട്ട് നല്ല രീതിയിൽ നോക്കണം. എന്നാലും മാത്രമേ അത് നമുക്ക് ഭാവിയിലേക്ക്, അല്ലാതെ ഇന്ന് കുറെ കാശുണ്ട് അപ്പൊ ഇനി പഠിക്കൊന്നും പോകണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്ന കാര്യമില്ല, അല്ലെ? അപ്പോഴും നമ്മുടെ ആരോഗ്യം അനാരോഗ്യമായിട്ടാണ് മാറുന്നത്. ജോലിയൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അൺഹെൽത്തി ആവും നമ്മൾ തീർച്ചയായിട്ടും. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ പോകാതെ നമുക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴും നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ അത് ചെയ്യാം. സോ നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. ഫുഡിന്റെ ഹാബിറ്റ്സിൽ കുറെ മാറ്റങ്ങൾ ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെ? ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുക, നേരെ കേട്ട സമയത്ത്, അതായത് ടൈമിങ്ങിനല്ലാതെ കഴിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഹെൽത്തിന് സംഭവിക്കും. അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലും വി മസ്റ്റ് ഹാവ് ഓൾസോ സം എക്സ്റ്റേണൽ ഹെൽപ്പ്. അതായത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് സഹായവും നമുക്ക് വേണ്ടി വരും. അതാണ് അപ്പൊ പ്രീ ഡിസാസ്റ്റർ നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. നേരത്തെ കൂട്ടി ട്രെയിനിങ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് അപ്പോ എത്രത്തോളം ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ ആണോ നമുക്കറിയുന്നത് അതിനെ കുറിച്ച്, അതിന്റെ ഒരു റിസ്ക് നമ്മൾ അസസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുണ്ട്, അല്ലെ? അതായത് എന്താ പറയാ, റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു മേക്ക് ദ പീപ്പിൾ both aware of the nature and also of particular local risk. നമ്മൾ ആളുകളെ ബോധവാന്മാരാക്കുക. ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന റിസ്ക്, ലോക്ക് എന്ന് പറയുന്നത് LOC എന്ന് പറയുന്നത് ലോക്കലിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് കണ്ടു കൊടുത്തങ്ങനെ, തെറ്റൊന്നുമല്ല, ലോക്കലാണ്. വേണമെങ്കിൽ നിങ്ങൾ അതിന്റെ മുകളിൽ ലോക്കൽ എന്ന് എഴുതി വെച്ചോ. ലോക്കൽ റിസ്ക് അതായത് നമ്മളുടെ പ്രകൃതി ഇതുപോലെയുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ആ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഡിസാസ്റ്ററുകളുടെ ആ ഒരു രീതി, അതിന്റെ ആ നേച്ചർ, അതിന്റെ ഒരു സ്വഭാവം, അതിനകത്തുള്ള റിസ്കുകൾ എന്തൊക്കെയാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇന്ന കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതാണ് അതിലുണ്ടാകുന്ന റിസ്കുകൾ എന്നെ. അതിന് മാത്രമല്ല, ദേ ഹാവ് ടു റെസ്പോണ്ട് പ്രോംപ്റ്റ്ലി ടു ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ആ ഒരു അവരുടെ ഏരിയയിലേക്ക് നമ്മൾ അതുമായിട്ട് പെട്ടെന്ന് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ് റിസ്ക് അസസ്മെന്റ്. എന്നുവെച്ചാൽ ഇത്തരം ഡിസാസ്റ്റേഴ്സ് നമുക്ക് വളരെ റിസ്കിയാണ്. അപ്പൊ ആ ഡിസാസ്റ്റേഴ്സിനെ നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുകയും മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം, അതിന് ആ റിസ്കുകളൊക്കെ എങ്ങനെയുള്ളതാണെന്ന് അറിയാനും അതിന്റെ ഒരു ബോധ്യം കൊണ്ടുവരാനും നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ആ റിസ്ക് അസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ റിസ്ക് ഫാക്ടർ എന്താണെന്ന് ചിലപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് വി ക്യാൻ മിറ്റിഗേറ്റ് ദ ലോസ് വിച്ച് അഫക്ട് ഡ്യൂ ടു ദ ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന പല നഷ്ടങ്ങളെയും മിറ്റിഗേറ്റ് ചെയ്യാൻ, കുറയ്ക്കാനായിട്ട് ഇത്തരം ഡെമോ ഒക്കെ സഹായിക്കുന്നതാണ്. ഡെമോ ക്ലാസ്സുകൾ പോലെയോ ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാമുകൾ പോലെയോ ഒക്കെ സംഘടിപ്പിച്ചാൽ ഇപ്പൊ കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിലായിരിക്കണം ഇത്തരം ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഡെമോ ഒക്കെ കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ആളുകൾ, അല്ലെ? ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഒരു എന്താ പറയാ സ്ട്രീറ്റ് ഒരു പ്ലേ പോലെ, നാടകം പോലെയൊക്കെ കാണിച്ചു കൊടുക്കുക, അല്ലെ? അങ്ങനെയൊക്കെ അതൊക്കെ തന്നെയാണ്. അപ്പൊ അത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ബോധ്യം ആളുകളിലേക്ക് കൊണ്ടുവരാണ്. കാരണം ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന റിസ്കുകൾ ആളുകളിലേക്ക് അത് കൊണ്ടുവരണം. ഇഷ്ടംപോലെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്കൂളുകളിലൊക്കെ കുട്ടികളെല്ലാം കൂടി ഇതുപോലെയുള്ള നാടകങ്ങൾ സംഘടിപ്പിച്ച് മയക്കുമരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, അത് മാൻമെയ്ഡാണ്, അല്ലെ? അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയോ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ വളരെ നല്ല രീതിയിലുള്ള നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. സോ ഇതൊക്കെ ആളുകളിലേക്ക്, അതായത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്നെ മാത്രമല്ല ബാധിക്കുക, എന്റെ നാടിനെ, എന്റെ വീടിനെ ഒക്കെ ബാധിക്കുന്ന അവർക്ക് ബോധ്യം വരുന്നവരെ
അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരം ഡിസാസ്റ്റേഴ്സിന്റെ ആ റിസ്കുകൾ മിറ്റിഗേറ്റ് അത് പറ്റുമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇൻക്രീസ്ഡ് ഡെത്ത്, അതായത് കൂടുതൽ ഉണ്ടാകുന്ന മരണനിരക്കുകളെയും അതുപോലെ തന്നെ നമ്മുടെ റിസോഴ്സസിനെ, നമ്മുടെ നാടിന്റെ സമ്പത്ത് എന്താ പറയാ വിഭവങ്ങൾ, ഇതൊക്കെയൊക്കെ ഉണ്ടാകുന്ന നഷ്ടങ്ങളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പൊ റിസ്കിന്റെ ആ ഒരു അളവാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നത്. എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാനായിട്ട്. അതിൽ നിന്നുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട് ആളുകളിലേക്ക് ഡെമോ പോലെ അവയർ ചെയ്തു കൊടുക്കുക, ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് മനസ്സിലായോ? റിസ്ക് അസസ്മെന്റിന്റെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. The aim is to make people both aware of the nature of particular local risk and ready to respond promptly in their area. ആ ഒരു പ്രത്യേക സ്ഥലത്ത് ഇത്തരം എന്താ പറയാ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ലോക്കൽ റിസ്കും അതിനെതിരെ ആളുകൾ പെട്ടെന്ന് എങ്ങനെ റെഡി ആയിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് റിസ്ക് അസസ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. It is intended to demonstrate those risk factors that need to be addressed in order to mitigate the effects of the disaster. ഇതിനു വേണ്ടിയിട്ട് അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇതിങ്ങനെ ചെയ്ത് ആളുകളിലേക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, ഡിസാസ്റ്ററിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും അത് ആളുകളിലേക്ക് എത്തിച്ച് എന്ത് ചെയ്യാം, അത്തരം ഡിസാസ്റ്ററിന്റെ ഇഫക്റ്റുകളെ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. Sudden onset disaster assessment must consider both the risk factors which increase death and the resources necessary for relief. നമ്മളുടെ വിഭവങ്ങൾക്കും ഹെൽത്തിനും അല്ലെങ്കിൽ ഉണ്ടാകുന്ന മരണത്തിനും ഒക്കെ അതിന്റെയൊക്കെ ആ ഒരു വർധനവിനെ ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ ഇത്തരം റിസ്ക് ഫാക്ടേഴ്സിന്റെ അസസ്മെന്റുകൾ കൊണ്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? And the hospitals, നമ്മളുടെ ഓരോ ഹോസ്പിറ്റൽസും, ഓരോ ലോക്കൽ ഹോസ്പിറ്റൽസിലും, ഓരോ പ്രത്യേക നാടിനും അവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും അല്ലെ. they have to make or have an active role to play എന്നാ പറഞ്ഞേക്കുന്നത്. വളരെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് എന്താ പറയാ അവർക്ക് അവരുടേതായ പങ്ക് വഹിക്കാനുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ആഫ്റ്റർ ഡിസാസ്റ്റർ, ഈ ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു റിഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അത്തരം പ്രിപ്പയർനെസ് കൊണ്ട് അവർക്ക് ഈ ഡിസാസ്റ്ററിന്റെ ഇമ്പാക്ടിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ദേ ക്യാൻ സേവ് എ നമ്പർ ഓഫ് ലൈഫ്സ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇതിന്റെ കാഠിന്യം കുറയ്ക്കുക, ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകളുടെ കാഠിന്യം കുറയ്ക്കുക മാത്രമല്ല, ഒത്തിരി ജീവനെ രക്ഷിക്കാനായിട്ട് ഹോസ്പിറ്റൽസിന് നല്ല രീതിയിൽ പങ്കുവഹിക്കാനുണ്ട്. മാത്രമല്ല സർവൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഹെൽത്തിന് അവരുമായിട്ടും ഡീൽ ചെയ്യാറുണ്ട് അല്ലെ. വളരെ ഇഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റൽസ്, ഒരു നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിനാണെങ്കിൽ ഇതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലെ ഹോസ്പിറ്റല് വളരെയധികം പ്രാധാന്യം അല്ലെങ്കിൽ പങ്ക് വഹിക്കേണ്ടതുണ്ട്. എന്തിന്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിച്ച് ഒക്കർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ലൊക്കാലിറ്റി. അപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായി എന്ന് വെച്ചാൽ അതിൽ നിന്നും അതിജീവിച്ചവരെ, അതിൽ മരിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മരിക്കാത്തവരെ വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിൽ പോലും അവരെയൊക്കെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കുമ്പോൾ നല്ല പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലാണെങ്കിൽ അവരെ എല്ലാവരെയും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ നല്ലൊരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ നമ്മള്? അതിനാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ അവിടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഹോസ്പിറ്റലിലുള്ള പങ്ക് എന്താണ്? ഓക്കെ, അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ പറയുമോ അവിടെ ദുരന്തമുണ്ടായി പക്ഷെ അത്രയും ആളുകളെ ജീവൻ രക്ഷിക്കാമായിരുന്നു, നമ്മുടെ ഹോസ്പിറ്റൽ കൊണ്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, അവര് പ്രിപ്പയർഡ് അല്ല ആ ഒരു ഡിസാസ്റ്റർ മാനേജ് ചെയ്യാനായിട്ട്. ഇത്തരം ഡിസാസ്റ്ററിൽപ്പെട്ട ആളുകളെ കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യണം എന്ന് അവർക്കറിയില്ല, ദേ ആർ നോട്ട് പ്രിപ്പയർഡ്. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. കാരണം എന്താ, അവർക്ക് അതിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. ഇതുപോലെ കുറെ ആൾക്കാരെ കൊണ്ടുവന്നു, എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല, അവർക്ക് അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല, ഹോസ്പിറ്റലിൽ കിടന്നതിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണെങ്കിൽ അതൊരു നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ടെൻഡൻസി ആണോ ഹോസ്പിറ്റൽസിന്? അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ആണോ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കാം? തീർച്ചയായിട്ടും അല്ല. അത് ഹോസ്പിറ്റലിന് ചീത്തപ്പേരാണ്. ഓക്കെ, അപ്പൊ നല്ല പേര് കിട്ടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി വെൽ ഓർഗനൈസ്ഡ് ആൻഡ് ഓൾസോ വെൽ പ്രിപ്പയർഡ് ഫോർ മാനേജിങ് എനി ഡിസാസ്റ്റർ വിച്ച് ഒക്കർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ലൊക്കാലിറ്റി. ആ ഒരു ലൊക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം ഓരോ ഹോസ്പിറ്റൽസും. അപ്പൊ ഓരോ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലും ഹോസ്പിറ്റൽസ് അങ്ങനെ പ്രിപ്പയർഡ് ആണെങ്കിൽ എന്ത് തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നാലും ആ നാടിനെ തിരിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ഒരു
എന്താ പറയാ മെജോറിറ്റി പെർസെന്റേജ് വരെ ഏതിന് പറ്റും, ഹോസ്പിറ്റൽസിന് പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫും വെൽ ഓർഗനൈസ്ഡ് വരെ ക്ലിയർ ആയോ? നോക്കി ഒന്ന് വായിച്ചു നോക്കിയ പാരഗ്രാഫ്. എളുപ്പല്ലേ പഠിക്കാൻ? ഡിസാസ്റ്റർ, PG-യിലെ ഡിസാസ്റ്റർ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. ടീച്ചേഴ്സിനോടെ ഡിപ്ലോമയുടെ ഡിസാസ്റ്റർ ഒഴിമിക്ക ടീച്ചേഴ്സും ക്ലാസ് എടുത്തിട്ടുണ്ട്. എനിക്ക് പിന്നെ വലിയ ചാപ്റ്റേഴ്സ് ആണ് കിട്ടിയിരുന്നത് കൊണ്ട് എനിക്കത് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യത വന്നിട്ടുണ്ടായിരുന്നില്ല ഡിപ്ലോമയിലെ. ഇപ്പോഴത്തെ ക്ലാസ്സിലും ഞാൻ ഈ ഡിസാസ്റ്റർ എടുത്തിട്ടില്ല. ടീച്ചേഴ്സ് പറയും ഇങ്ങനെ, അയ്യോ ഡിസാസ്റ്റർ ആണ്, ഡിസാസ്റ്റർ ഞാൻ പറഞ്ഞിരുന്നു, ഡിസാസ്റ്റർ കൊണ്ട് ടീച്ചർ ദുരന്തം വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അവർക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു പേടിയോ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് പക്ഷെ നല്ല എന്താ പറയാ സിമ്പിൾ ആയിരുന്നു. കാരണം ഇതൊക്കെ കുറെ നമ്മൾ ഫേസ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മളോട് ഇനി പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിന്ന് എല്ലാ ദിവസവും ദിനം പ്രതി കണ്ടോണ്ടും കേട്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ. സോ ഐ തിങ്ക് നീഡ് ഓഫ് എക്സ്പ്ലെയിനിങ് ദിസ് മച്ച്. ഇത്രയും ദീർഘമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പിന്നെ എന്തൊരു സമാധാനത്തിന് ഞാനിങ്ങനെ എഴുതി പിടിച്ച് പറഞ്ഞോന്ന് വന്നു. ക്ലിയർ ആണോ എന്നൊന്ന് വായിച്ചു നോക്കാം കേട്ടാ. ഓക്കെ, അടുത്തൊരു കുഞ്ഞ് ട്രെയിനിങ് കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം. ഐ തിങ്ക് അപ്പോഴേക്കേ സമയമാവുള്ളൂ. അടുത്തത് എന്താണ്? ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. നമ്മള് ഡിസാസ്റ്റേഴ്സിനെയൊക്കെ സക്സസ്ഫുള്ളി നമുക്ക് അതുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഈസ് ദ കീ ടു സക്സസ്ഫുള്ളി ഡീൽ വിത്ത് ഡിസാസ്റ്റേഴ്സ്. ഡിസാസ്റ്റേഴ്സിന്റെ സമയത്ത് അതിനെയൊക്കെ നല്ല കൃത്യമായിട്ട് നല്ല വിജയകരമായിട്ട് അതിനെ ഡീൽ ചെയ്യാനുള്ള പ്രിപ്പയർനെസ്, അതാണ് ഇവിടെ ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ വിജയകരമായിട്ട് അതിനെ ഫേസ് ചെയ്യും, അതിനെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും, അതെങ്ങനെ ഡീൽ ചെയ്യും, അതിന് വേണ്ട ട്രെയിനിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ വി ഹാവ് ടു മേക്ക് സം സ്കിൽസ്, അതായത് ഡെവലപ്പ് സം സ്കിൽസ്. നമ്മൾ എന്താ പറയാ ഇത്തരം ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പ്രീ ഡിസാസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം, കുറച്ച് കഴിവുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ എന്താണ് ആ പറയുന്ന സ്കില്ലുകൾ? ഒന്ന് ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫാളിംഗ് ഡെബ്രീസ്. എന്താണത്? ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ. നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം ഫ്രം ഫാളിംഗ് ഡെബ്രീസ്. ഫാളിംഗ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നൊക്കെ ഇപ്പൊ നമുക്കറിയാം നേരത്തേക്കോ അവരൊക്കെ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോ വലിയ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇടിച്ചു പൊളിഞ്ഞൊക്കെ കുറെ സാധനങ്ങളൊക്കെ താഴെ വീഴില്ലേ, അങ്ങനെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ. ഇത് മുകളിൽ നിന്നൊക്കെ താഴേക്ക് വീഴുന്ന അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് നമ്മുടെ മേലേക്കൊക്കെ തന്നെ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് വെച്ചും തലയിലൊക്കെ. ഇപ്പൊ ഉറക്കത്തിലൊക്കെ ആണെങ്കിൽ എന്താ പറയാ ഇത് ഇവിടെ നമ്മുടെ എന്താ പറയാ നെഞ്ചില് അങ്ങനെ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെയാണ് വന്ന് വീഴുക അല്ലെ. പകലൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ഇവിടെ മേത്തൊക്കെ ഇങ്ങനെ വന്ന് വീണ് കയ്യും കാലം പൊടിയാ ഇഞ്ചുറി ആവുക അല്ലെ, അല്ലെങ്കിൽ എല്ല് പൊട്ടുക, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വരാം. അപ്പൊ എന്ത് തന്നെയായാലും ഇതിനൊക്കെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എടുക്കാനായിട്ട് ഉള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് സ്കില്ലുകൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണം. അതിൽ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആണ് ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫാളിംഗ് ഡെബ്രീസ്. ഇത്തരം സാധനങ്ങൾക്ക് മേളിലേക്ക് നമ്മുടെ മേലേക്ക് വന്ന് വീഴാതെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള നടപടി സ്വീകരിക്കും. പ്രോംപ്റ്റ് റെസ്ക്യൂ ഓഫ് ദ വൂണ്ടഡ്. ഇനി അടുത്ത കാര്യം എന്താ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട? പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യണം. റെസ്ക്യൂ ചെയ്യുന്നത് രക്ഷിക്കുക അല്ലെ. പെട്ടെന്ന് വൂണ്ടഡ് ആയിട്ടുള്ള ആളുകളെ പെട്ടെന്ന് നമ്മൾ അവരെ അവിടെ നിന്ന് രക്ഷിക്കുക എന്നതാണ് അടുത്ത കാര്യം സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ആര് ചെയ്യണ്ടേ? നമ്മളിപ്പോ വളരെയധികം വൂണ്ടഡ് ആയിട്ട് കിടക്കാണ്, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, സ്വന്തമായിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ കാണുന്നവരെ പെട്ടെന്ന് തന്നെ വന്ന് രക്ഷിക്കുക. ട്രയേജ് ഓഫ് ദ വൂണ്ടഡ്. ഇനി ചികിത്സ കൊടുക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും പ്രിഫറൻസ് ഉള്ളവർക്ക് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലുള്ളവർക്ക് ഫസ്റ്റ് അവർക്ക് കെയർ കൊടുക്കുക. അങ്ങനെയുള്ള വൂണ്ടഡ് പേഷ്യൻസ് എല്ലാവരും തന്നെ ഇത്തരം ഡിസാസ്റ്റേഴ്സിൽ അകപ്പെട്ടവരാണെങ്കിൽ കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും ഓരോ രീതിയിലൊക്കെ എന്തെങ്കിലും പറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഏറ്റവും ആദ്യം കൊടുക്കേണ്ട കെയറിങ് ആർക്കാണെന്ന് നോക്കി അത് കൊടുക്കുക. അതാണ് ട്രയേജ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് റെസിസിറ്റേഷൻ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഇൻജേർഡ് വിക്ടംസ്. എന്താ റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവനം.
അല്ലെ, പുനർജീവനം കൊടുക്കുക. മാത്രമല്ല ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക ഇൻജുവേർഡ് പേഴ്സൺസിന്. അധികം മുറിവും അതും ഇതൊക്കെ ഉള്ളവർക്ക് ഫസ്റ്റ് എയ്ഡും അതുപോലെ തന്നെ അവരെ പുനർജീവനം എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ അവരെ മാറ്റി എവിടെയാണോ അവർക്ക് വേണ്ട സ്ഥലമൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവരവിടെ സേഫ് ആക്കി മാറ്റി നിർത്തുക, കിടത്തുക എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഓക്കെ, അതാണ് റെസിസിറ്റേഷൻ. പുനർജീവനം എന്നാണ് അതിന്റെ മലയാളം വേർഡ്. Okay, പിന്നെന്താ pre-positioning of relief supplies needed for the post-impact phase such as surgical equipment, essential medicines, blankets, tents, etc. Okay, ഇനി ഈ ഡിസാസ്റ്ററിൽ നിന്നും റിലീഫ് ചെയ്ത് കൊണ്ടുവന്ന ആളുകൾക്ക് മരുന്നും മന്ത്രം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കൊടുത്തതിന് ശേഷം അവർക്ക് ഇതിന്റെ കഴിഞ്ഞിട്ട് അതൊരു പോസ്റ്റ് ഇമ്പാക്ട് ഫേസിൽ വരുന്നതാണ്. പക്ഷേ എങ്കിലും ഇവിടെ അതും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേഗം തന്നെ അവർക്ക് ചിലപ്പോ വല്ല സർജിക്കൽ എക്യുപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് മെഡിസിൻസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവർക്കൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ചില സപ്ലൈസ്, അതായത് ബ്ലാങ്കറ്റ്, ചെറിയ എന്തെങ്കിലും ടെന്റ് ഒക്കെ ഉണ്ടാക്കി ഇപ്പൊ ഇവരെല്ലാവരും എവിടെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു അങ്ങനത്തെ ഒരു സ്ഥലം ഇല്ലെങ്കിൽ ഒരു ടെന്റെങ്കിലും അടിച്ചു കെട്ടിയിട്ട് ഇവർക്കൊക്കെ അവരെ ഒന്ന് കിടത്താനോ ഒരുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കുക. അതും നമ്മൾ ഉണ്ടാക്കിയിരിക്കേണ്ട ഈ എന്താ പറയാ ഈ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ ചെയ്ത ഒരു ഇതാണ്. ആ ട്രെയിനിങ്ങിന്റെ ഭാഗത്തിൽ ഇതൊക്കെ ഉൾപ്പെടും. ഓക്കെ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടെമ്പററി വാട്ടർ സപ്ലൈസ്. ഇവർക്ക് എന്താ പറയാ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ടുള്ള വെള്ളം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അലോക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡിഫറെന്റ് റിലീഫ് ആക്ടിവിറ്റി ചാവോസ്. ഇനി ഇത് എന്താ പറയാ നമുക്ക് ഓരോ ആളുകൾക്ക് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കുഴപ്പങ്ങൾക്കൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ ആർക്കെങ്കിലൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരം ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് എന്താ പറയാ ഉള്ള കാര്യങ്ങൾ, ഉള്ള ജോലികൾ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ അലോക്കേറ്റ് ചെയ്ത് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരാൾ പോകുമ്പോൾ ചിലപ്പോൾ ചില ആളുകളിലേക്ക് ഒന്നും തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോകും, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ പോകും. അതിന് വേണ്ടിയിട്ട് ഓരോ പ്രത്യേകം കാര്യങ്ങൾ ജോലികളൊക്കെ ഓരോ ലെവലായിട്ട് അവർ അലോക്കേറ്റ് ചെയ്ത് ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് എല്ലാവർക്കും ആ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എന്താ പറയാ ട്രെയിനിങ്ങിന്റെ ഒരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കൂടി വായിക്കാം. ഇഫക്റ്റീവ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം falling debris, prompt rescue of the wounded, triage of the wounded, resuscitation and first aid for the injured victims, repositioning of relief supplies needed for the post-impact phase such as surgical equipments, essential medicines, blankets, tents, etc. Establishment of temporary water supplies, allocation of responsibilities for different relief activity, CHAOs. മനസ്സിലായി? CHAOs എന്ന് പറഞ്ഞാൽ കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പല എന്താ പറയാ എന്താ പറയാ ഈ റിലീഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ലേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പലർക്കായിട്ട് വിധിച്ചു കൊടുക്കുക. അതാണ് ഉത്തരവാദിത്തങ്ങൾ. പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിന്റെ സപ്ലൈ ഒക്കെ ചെയ്യുന്ന ഒരാളിലേക്ക് കൊടുക്കുക, അല്ലെ, അവർക്ക് വേണ്ട ഫുഡ് സപ്ലൈസ് ഒക്കെ വേറെ ഒരാളെ ഏൽപ്പിക്കുക. അങ്ങനെയൊക്കെ അങ്ങനെ ഡിഫറെന്റ് വർക്കുകൾ ഡിഫറെന്റ് ആളുകൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ എല്ലാവർക്കും എല്ലാം സുരക്ഷിതമായിട്ട് കിട്ടും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റിസ്ക് അസസ്മെന്റും ട്രെയിനിങ്ങും. റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യുക, അതിനുശേഷം ട്രെയിനിങ്ങും കൊടുക്കുക. ഓക്കെ, രണ്ട് കാര്യം മനസ്സിലായല്ലോ അവിടെ വരെ. അടുത്ത സെക്കൻഡ് ഫേസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതുവരെ നിങ്ങളൊന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ അല്ലേ? വായിച്ച ക്ലിയർ ആകാവുന്ന പോർഷൻ ആണ്, വലിയ കുഴപ്പമില്ല. എല്ലാരും വായിച്ചിട്ടൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, സി യു. താങ്ക് യു. ബൈ. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Yes. Thank you, ma'am.